മറ്റൊരു സംഗതി കരമനജിത്ത് പ്രദീപ് 2200 വോട്ടിന് ലീഡ്, എത്ര ഭൂരിപക്ഷം എന്ന് മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം അജിത്തേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചിരുന്നത്. അജിത്തേട്ടൻ കൃത്യമായി പറഞ്ഞിരുന്നു 2000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാവും. ഉണ്ടോ കരമനജിത്തിനൊപ്പം? ഒപ്പം 36 വാർഡുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഇന്ത്യയുടെ ലീഡ് നില. പ്രദീപ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആവേശം അങ്ങനെ പരകോടിയിലെത്തി നിൽക്കുകയാണിത്. തലസ്ഥാനത്ത് BJPയുടെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കളിൽ ഒരാൾ കരമനജിത്ത് തുടർച്ചയായ തിരഞ്ഞെടുപ്പ് എത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരു വശത്ത് VV രാജേഷുമുണ്ട്. അങ്ങനെ BJPയുടെ എല്ലാ ശക്തരായ സ്ഥാനാർത്ഥികളും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറുന്ന കാഴ്ച നമുക്കിതിങ്ങനെ കാണാം. രാജേഷ് ഏട്ടാ, ഇരു രണ്ടുപേരെയും പ്രജിത്ത് സന്തോഷം. സീറ്റ് 37 വർദ്ധിച്ചിരിക്കുന്നു. ലീഡ് നില 37 വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നേടിയ വാർഡുകളിൽ നിന്ന് മുന്നേറുകയാണ്. കഴിഞ്ഞ തവണത്തെ സ്കോറിൽ നിന്ന് മുന്നോട്ട് പോകുന്നു ഈ BJP NDA. പ്രജിത്ത് തുടരാം. അല്ല, ഇത് പശ്ചിമ ബംഗാൾ, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, പശ്ചിമ ബംഗാളിൽ എങ്ങനെയാണോ CPM ഗവൺമെന്റ് പോയത് അതുപോലെ കേരളത്തിലും പോകുന്നതിന്റെ തുടക്കമാണ്. ജനങ്ങൾക്ക് അഴിമതി സഹിക്കാൻ വയ്യ. ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഇല്ലായിരുന്നെങ്കിൽ CPMന് ഒരു സീറ്റും കിട്ടില്ലായിരുന്നു. ഇത് വളരെ വലിയൊരു മുന്നേറ്റമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങളൊക്കെ ജനങ്ങൾ 100% അംഗീകരിച്ചു. ജനങ്ങൾ തന്ന ഈ ഞങ്ങളുടെ ഒരു മാൻഡേറ്റ് ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കും. രാഹുലാണ് എന്റെ ഇലക്ഷന്റെ ഇൻചാർജ്. കടകംപള്ളി അടക്കം സകല ഇടത് കേന്ദ്രങ്ങളും കയറി അടിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും രാജേഷാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. പ്രവർത്തകരുടെ ഒരു തിരക്ക് കാരണം അദ്ദേഹത്തിന് സംസാരിക്കാം. വീണ്ടും തീർച്ചയായിട്ടും 38 ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനുള്ള വിധിയാണ് ഈ വിധി. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള വിധിയാണ്. ഈ കഴിഞ്ഞ കെടുകാര്യസ്ഥത, വികസനം മുരടിച്ച് ഈ അഴിമതിക്കെതിരെയുള്ള വിധിയാണ് ഈ വിധി. തീർച്ചയായിട്ടും ഈ വിധിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ പ്രദീപ്, ഈ നിമിഷം ഫ്ലോറിൽ ഗൗതം കൂടി വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ബംഗാളിലും ത്രിപുരയിലൊക്കെ ഇടത് കോട്ടകൾ തകർന്നടിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ വിലയിരുത്തൽ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് ഗൗതത്തിന്റെ ഭാഗത്തുനിന്നായിരുന്നു. പബ്ലിക് ഡിമാൻഡ് ജാക്കറ്റും മൈക്കും ധരിച്ച് ഗൗതം അനന്തനാരായണൻ വേഗം ഫ്ലോറിൽ എത്തണമെന്നുള്ളതാണ്. തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരുപക്ഷെ പല വിലയിരുത്തലുകളും ഒപ്പത്തിനൊപ്പമെന്നും ഒരുപക്ഷെ ഇടതുമുന്നണി ഭരണം നിലനിർത്തും എന്നുമൊക്കെയായിരുന്നു. BJPക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള പല കുപ്രചരണങ്ങളും നടന്നിരുന്നു. തലസ്ഥാനത്ത് തിരുവനന്തപുരം നഗരസഭയിൽ ഇതുവരെ കാണുന്നത് NDAയുടെ BJPയുടെ കുതിപ്പാണ്. തിരുവനന്തപുരം നഗരസഭയിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് മറികടന്നിരിക്കുകയാണ്. ഇനിയും എണ്ണാൻ ഏതാണ്ട് 30ഓളം സീറ്റുകൾ ബാക്കിയുള്ളപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ ലീഡ് നില വിജയിച്ചതും ലീഡ് ചെയ്യുന്നതും ചേർത്താൽ 38 സീറ്റിലേക്ക് ഉയരുന്നു. BJP NDA ഭരണം പിടിക്കും എന്നുള്ള വ്യക്തമായ സൂചന ഇവിടെ വരുന്നു. രാഷ്ട്രീയ നിരീക്ഷകർ, ഇടത് നിരീക്ഷകർ, കോൺഗ്രസ് അടക്കമുള്ളവർ, മുഖ്യധാരാ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നവരൊക്കെ എഴുതി തള്ളിയിരുന്നു ഇക്കുറയും ഇടതുമുന്നണി തന്നെ ഭരിക്കും, എന്തൊക്കെ സംഭവിച്ചാലും എന്നായിരുന്നു വിലയിരുത്തലെങ്കിൽ വളരെ മിതത്വത്തോടുകൂടി, എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, ആത്മവിശ്വാസത്തോടെ, വലിയ അവകാശവാദങ്ങൾക്ക് മുതിരാതെയായിരുന്നു BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണം. 40 മുതൽ 50 വരെ സീറ്റാണ് അവർ വിലയിരുത്തിയത്. ഇപ്പോഴത്തെ സൂചനയനുസരിച്ച് അതിനപ്പുറത്തേക്ക് പോകാം. ഇനി എണ്ണാനുള്ള വാർഡുകൾ ഏതെന്നറിയണം. അവിടുത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില അറിയണം. ഇന്നത്തെ അവിടുത്തെ സാധ്യത അറിയണം. നമുക്ക് ലേഖകരിലേക്ക് പോകാം. ഏറ്റവും പുതിയ മറ്റു ചില വിവരങ്ങൾ. ഇരിട്ടി നഗരസഭയിൽ 3 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ് BJP. ധർമ്മടം പഞ്ചായത്തിൽ 3 സീറ്റുകളിൽ BJP വിജയിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതു കോട്ടകൾ തകരുന്നു.